പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമുക്ക് ഈ സന്ധ്യാസമയത്ത് ദൈവത്തിന്റെ പാതപ്പെടുത്തിക്കുക ഇന്നൊന്നിച്ചു കൂടുവാൻ ദൈവം ഒരു അവസരം കൂടെ ദാനമായി തന്നല്ലോ. എല്ലാവരും കർത്താവായ യേശുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് അല്പനിമിഷങ്ങളിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് നിങ്ങൾക്കറിയാമല്ലോ. കുടുംബമാരുമായി ഞങ്ങൾ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം എന്താണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്യു ചാപ്റ്റർ 5, മത്തായി സുവിശേഷം 5-ാം അധ്യായം. അതിന്റെ നമ്മൾ കഴിഞ്ഞ ദിവസം അതിന്റെ 13-ാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിച്ചു. വേഴ്സ് 13 വരെ നമ്മൾ ചിന്തിച്ചു. ഭാഗ്യവന്ദനകളോടുകൂടി ആരംഭിച്ച യേശുവിന്റെ വാക്കുകൾ, ആ പൊസിഷനെ പറ്റി പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. വരാൻ പോകുന്ന പ്രതികൂലങ്ങളെ പറ്റി പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിന്റെ 14, 15, 16 വാക്യങ്ങൾ, 14, 15 and 16. സമയം അതിന്റെ അഭാവം കൊണ്ട് ഞാൻ ആരും പോലും വായിക്കുന്നില്ല. നിങ്ങൾ എല്ലാ ദിവസവും അത് വായിക്കണം. നിങ്ങൾ ചിലപ്പോൾ കിടക്കയിലായിരിക്കാം, ബൈബിൾ എടുത്ത് വായിക്കാനുള്ള സാവകാശമില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വായിക്കാം. മാത്യു ചാപ്റ്റർ 5 verses 14, 15 and 16. മത്തായി സുവിശേഷം 5-ാം അധ്യായം 14, 15, 16. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല, തണ്ടിന്മേൽ അത്ര വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. അപ്പൊ ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിനെപ്പറ്റി ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും. എങ്കിലും നമുക്ക് ഒന്നിച്ചൊന്ന് ചിന്തിക്കാം. നമ്മൾ ഈ വൈറസിനെ പറ്റിയും ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വരുന്ന മെസ്സേജുകളെല്ലാം ഇതിനെപ്പറ്റിയുള്ള മെസ്സേജുകൾ, ന്യൂസ് വന്നാൽ അത് ഒരു വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. യേശുവിന്റെ വാക്കുകൾക്ക് ഭയങ്കരമായ പ്രാധാന്യമുണ്ട്. ഇവിടെ കർത്താവ് പറയുകയാണ്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കട്ടെ. മാത്യു ചാപ്റ്റർ 5 verses 14 through to 16. You are the light of the world. A city set on a hill cannot be hidden. Nor does anyone light a lamp and put it under a basket, but on the lampstand, and it gives light to all who are in the house. Let your light shine before men in such a way that they may see your good works and glorify your Father who is in heaven. Amen. Salt links to our character. ഉപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ, സൊസൈറ്റിയിലേക്കുള്ള ജീവിതത്തെ ഒക്കെ കാണിക്കുന്നു. എന്നാൽ ലൈറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ വെളിച്ചം എന്ന് പറയുമ്പോൾ അതൊരു വിളംബരത്തെ കാണിക്കുക, സമൂഹത്തിലുള്ള നമ്മുടെ ഒരു പ്രഖ്യാപനം ആണ്. യേശു കർത്താവ് പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 9:5 പറഞ്ഞു, ഞാൻ ലോകത്തിലിരിക്കുന്ന കാലത്തോളം ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. As long as I am in the world, I am the light of the world. പക്ഷെ ഇവിടെ കർത്താവ് പറയുകയാണ്, you are the light of the world. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പോൾ യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നത് ഇതാണ്, നിങ്ങൾ ആരെ പോലാകണം? യേശുവിനെ പോലാകണം. അതൊരു ഭയങ്കര കോംപ്ലിമെന്റ് ആണ്. യേശു പറയാണ്, യേശു അവകാശപ്പെട്ട ഒരു കാര്യമാണ് ലോകത്തിന്റെ വെളിച്ചം എന്ന പദവി. യേശു കർത്താവ് അത് തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞിട്ട് പറയാണ്, നിങ്ങളാണ് ഇനി ലോകത്തിന്റെ വെളിച്ചം. ഇത് യഹൂദന്മാർക്ക് നല്ലവണ്ണം മനസ്സിലാവുന്ന ഒരു കാര്യമായിരുന്നു. കാരണം അവരുടെ ഇടയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, യെരൂശലേം ജാതികളുടെ വെളിച്ചമാണ്. ചില പ്രധാന ആൾക്കാരുടെ അവരുടെ റബിമാരെ പറ്റി പറയുമ്പോൾ അവർ പറയും, ഇന്ന റബി ഇസ്രായേലിന്റെ വെളിച്ചമാണെന്ന് പറയും. എന്നാൽ എല്ലാവർക്കും അറിയാം, ഈ വെളിച്ചം എന്ന് പറയുന്നത്, യെരൂശലേമിലുള്ള വെളിച്ചം എന്ന് പറയുന്നത് അവര് കത്തിക്കുന്ന വെളിച്ചമല്ല. ഈ വെളിച്ചം കടമെടുത്ത വെളിച്ചമാണ്, ദൈവം കൊടുക്കുന്ന വെളിച്ചമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിക്കുള്ള വെളിച്ചം എന്ന് പറയുന്നത് അവരുടെ സ്വന്തം കഴിവുകൊണ്ട് നേടിയ കാര്യമല്ല, ദൈവം കൊടുത്ത അനുഗ്രഹമാണ്, ദൈവം കൊടുത്ത വെളിച്ചമാണ് എന്ന് അവർക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം. യേശു പറയുന്നില്ല നിങ്ങൾ സ്വയമേ വെളിച്ചമാകണമെന്ന് യേശു പറയുന്നില്ല. യേശു പറയുന്നത് നമ്മൾ എന്തോ ചെയ്യണം? യേശുവിന്റെ വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കുന്നവരാകണം. Jesus is not demanding that we produce our own light. We must shine with the reflection of his light. Just as moon reflects the light of the sun. Moon doesn't produce its own light. Amen. Praise the Lord. നമുക്കറിയാം, ചന്ദ്രന് സ്വയമായ പ്രകാശമില്ല. അത് സൂര്യന്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക, അത് എടുത്തിട്ട് റിഫ്ലക്ട് ചെയ്യുക. അതുപോലാണ് കർത്താവ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ആദ്യം കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്നാൽ ഇനിയും നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. You are the light of the world. The radiance which shines from the Christian comes from the presence of Christ within a Christian's heart.
നമ്മളുടെ പ്രകാശം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ പ്രകാശം ഉള്ളത്. അതെ, നമുക്കറിയാമല്ലോ, നമ്മൾ ചിലരെ കാണുമ്പോൾ നമ്മൾ പറയും ഭയങ്കര ഒരു ശോഭയാണ്. അത് അവരുടെ സൗന്ദര്യം കൊണ്ട് ഒന്നുമല്ല. നമുക്കറിയാം, സൗന്ദര്യമുള്ള വ്യക്തികൾ വളരെ മൂകരായിട്ടിരുന്നു കഴിഞ്ഞാൽ ഇല്ലേ, പക്ഷെ അതൊരു സൗന്ദര്യം കൊണ്ടല്ല പറയുന്നത്. ഒരു ചിലരെ പറ്റി പറയുമ്പോൾ എന്തൊരു ശോഭയാണ് അവരുടെ മുഖത്ത്. എന്തൊരു പ്രായമുള്ളവരാണെങ്കിലും, ചില ഒത്തിരി പ്രായമുള്ളവരെ കണ്ടിട്ടുണ്ട്, അവരുടെ ആ ചിരിയും അവരുടെ ആ പ്രത്യാശയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാനല്ലേ എന്തൊരു ശോഭയാണ് അല്ലെ. ഇതൊരു വെളിച്ചം, അത് അവർക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? യേശു അവരുടെ ഉള്ളിൽ നിന്ന് ആ സാന്നിധ്യം, യേശുവിന്റെ സാന്നിധ്യം ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. അതാണ് യേശു ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് യേശു പറഞ്ഞ വാക്കുകളിലേക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. യേശു പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല, തണ്ടിന്മേലത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. Nor does anyone light a lamp and put it under a basket, but put on a lampstand and gives light to all those who are in the house. പലസ്തീനില് നമുക്കറിയാം ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. They didn't have electricity, they didn't have bulbs, nothing. Their houses were dark. അവർക്ക് ചെറിയൊരു വിൻഡോ ഉള്ളായിരുന്നു. പലസ്തീനിലെ പഴയ പിക്ചറുകൾ, പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെറിയ വട്ടത്തിലുള്ള ഒരു വിൻഡോ. പകൽ പോലും എല്ലാ വീടുകളിലും വിളക്ക് കത്തിച്ച് വെക്കണമായിരുന്നു. അപ്പോൾ അവർ കത്തിച്ചു വെക്കുന്നത് ഒരു തടി സ്റ്റാൻഡിലോ ഉയരത്തിലായിരിക്കും കത്തിച്ചു വെക്കുന്നത്. ഇൻ കേസ് അവർ പുറത്തു പോകുകയാണെങ്കിൽ അവരെന്തോ ചെയ്യും? ഇത് ഒരു കിഴുത്തയുള്ള ഒരു പറ അല്ലെങ്കിൽ ഒരു കൊട്ടയുടെ കീഴിൽ വെച്ചിട്ട് പോകും. കാരണം ഇത് കെടാതിരിക്കാനായിട്ട്. കാരണം തീപ്പെട്ടിക്കൊള്ളിയൊന്നും ഇല്ല ഇത് കത്തിക്കാനായിട്ട്. ഇത് ബുദ്ധിമുട്ടായിരുന്നു കത്തിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ യേശു പറയുന്നത്, ഒരു ദൈവജനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ തണ്ടിന്മേലിരിക്കുന്ന വിളക്ക് പോലെ ആയിരിക്കണം അല്ലെ. ഈ വിളക്ക് എല്ലാവരും കാണണം. ഈ വിളക്ക് കത്തുമ്പോൾ എല്ലാവരും ഈ ചുറ്റുപാടും കാണണം. ഈ രണ്ട് കാര്യങ്ങളെല്ലാം അവിടെ കർത്താവ് പറയുന്നുണ്ട്. എന്തുവാണ്? The lamp should be seen by everyone. At the same time, the light from the lamp should light everyone. നിങ്ങൾക്ക് മനസ്സിലായോ? Christianity is something which is meant to be seen. ഒരു ദൈവജനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും നമ്മളെ കാണണം. നമ്മൾ ആരാണ്? നമ്മൾ ദൈവജനാണ്. There is no thing as secret Christians. Someone said that there can be no such thing as secret discipleship. For either secrecy destroys the discipleship or discipleship destroy the secrecy. There can be no such thing as secret Christian or discipleship. For either secrecy destroys the discipleship or discipleship destroys the secrecy. രഹസ്യ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ശിഷ്യനായിപ്പാൻ കഴിയത്തില്ല. കാരണം ഈ രഹസ്യ സ്വഭാവം ശിഷ്യത്വത്തെ നശിപ്പിക്കും, അല്ലെങ്കിൽ ഈ ശിഷ്യത്വം ഈ രഹസ്യ സ്വഭാവത്തെ നശിപ്പിക്കും. വളരെ മനസ്സിലായി കാണുമല്ലോ. സീക്രട്ട് ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും യേശുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അത് രണ്ടും കൂടെ ഒന്നിച്ച് കണ്ടിരിക്കാൻ ഒക്കത്തില്ല. കാരണം യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് ഇത് പുറത്തു വരും. ആരാണെന്നുള്ളത് പുറത്ത് എല്ലാവരും അറിയും. രഹസ്യമായി ജീവിക്കാൻ ഒക്കത്തില്ല. അതാണ് വെളിച്ചം എന്ന് പറയുന്നത്. A man's Christianity should perfectly be visible to all men. എല്ലാവരും കാണണം നമ്മുടെ ദൈവത്വം, അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചം, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യാനിത്വം. അത് ചർച്ചിൽ മാത്രമല്ല. പലരുടെയും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ചർച്ചിൽ മാത്രമാണ്. അത് ആർക്കും വലിയ പ്രയോജനം ചെയ്യുന്നില്ല. You come to church and for some people Christianity is just within the four walls. No. Christianity should be visible. Our Christianity, our light, our Christ should be visible throughout the whole world, wherever we are. The way we behave in our school, in our college, in our workplace, the way we behave in a shop to a shop assistant. നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ ആ കടക്കാരൻ ഇടപെടുന്നത് എങ്ങനെയാണ്? നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ എങ്ങനെയാണ് വാഹനം ഓടിക്കുന്നത്? നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പാർക്ക് ചെയ്യുന്നത്? നമ്മൾ കളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും നമ്മുടെ ക്രിസ്ത്യാനിത്വം പുറത്തു വരണം, അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചം പുറത്തു വരണം. A Christian should be a Christian in the outside world just as he is in the church. ചർച്ചിൽ എങ്ങനെയായിരിക്കുന്നു അതേ സ്വഭാവം നമ്മൾ പുറത്തും കാണിക്കണം. ചർച്ചിലൊരു സ്വഭാവം, പുറത്തൊരു സ്വഭാവം. അങ്ങനെയല്ല കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. Jesus did not say you are the light of the church. Jesus told you are the light of the world. അങ്ങനെയല്ലേ? യേശു പറഞ്ഞില്ല നിങ്ങൾ സഭയുടെ വെളിച്ചമാണെന്നല്ല യേശു പറഞ്ഞു. യേശു പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാണ്. അങ്ങനെയല്ലേ? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. You are the light of the world. You are the light of the world. And man's life in the world is Christianity should be evident to all. അതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, രണ്ടാമത്തെ കാര്യം നമുക്കറിയാമല്ലോ, the light guides us. ഒരു വെളിച്ചം എന്ന് പറയാൻ നമ്മളെ വഴി കാണിക്കുന്നു. ഇഫ് യു ലുക്ക് അറ്റ് നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ലൈറ്റുകളുണ്ട്. എന്തിനാ? നമ്മളെ വഴി കാണിക്കാൻ വേണ്ടിയാ. ഇറ്റ് ഗൈഡ്സ് us. എയർപോർട്ടിൽ നിങ്ങൾ എയർപോർട്ട് ശ്രദ്ധിച്ചുകൊണ്ട് റൺവേയിൽ ഈ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഈ ഫ്ലൈറ്റ് പൈലറ്റ് ഇത് ലാൻഡ് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ ഒരു കപ്പൽ
എത്ര ഇരുട്ടാണെങ്കിലും ലൈറ്റ് ഹൗസ് ഗൈഡ്സ് ദ ഷിപ്പ് സേഫ്ലി ഇൻ ടു ദ ഹാർബർ. അപ്പോൾ ഈ വെളിച്ചം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? അത് വഴി കാണിക്കാൻ വേണ്ടി. അപ്പോൾ ക്രിസ്ത്യാനി ഈ ലോകത്തിൽ ക്രിസ്ത്യാനി വെളിച്ചം കാണിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ യേശുവിലേക്ക് വഴി കാണിക്കാം. A Christian should be focused of goodness. Christians are called to be guiding lights in this dark world. ഈ അന്ധകാരം പിടിച്ച ലോകത്തിൽ ഒരു ലൈറ്റ് ഹൗസ് പോലെ, ഒരു പ്രകാശ ഗോപുരം പോലെ, കപ്പലുകളെ കല്ലിൽ തട്ടാതെ വണ്ണം ഗൈഡ് ചെയ്ത് തുറമുഖത്ത് എത്തിക്കുന്ന അതുപോലെ ഒരു പ്രകാശ ഗോപുരമായി നിൽക്കാനാണ് കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. മൂന്നാമത്, a light can be a warning light also. നമുക്കറിയാം ട്രാഫിക് ലൈറ്റുകൾ നമ്മളെ വാൺ ചെയ്യാനാണ്. അപകടമുണ്ടെങ്കിൽ അത് റെഡ് കാണിക്കും. പലയിടത്തും വാർണിംഗ് ലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. When danger is ahead, it's a Christian's duty to bring to his fellow men the necessary warning. കാരണം നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കുന്നവരായിരിക്കണം, ഈ ലൈറ്റ് മുന്നറിയിപ്പ് കൊടുക്കുന്നവരായിരിക്കും. But it's difficult. People don't like to be warned. പക്ഷെ ഒന്ന് ഓർത്തു നോക്കിയേ, ആൾക്കാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന ഇഷ്ടമല്ല. പക്ഷെങ്കിൽ നമുക്കറിയാം, ഒരാൾ നമ്മളോടൊന്ന് പറയുക, ഉദാഹരണത്തിന് ഒരു യമനക്കാരനായ ഒരു വ്യക്തി വന്ന് നമ്മളോട് പറയുക, ഐ വിഷ് യു ഹാഡ് വാണ്ട് മീ. ഞാൻ വഴിതെറ്റി നടന്ന സമയത്ത് നിങ്ങൾ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പിന്നീട് ഒരു യവനക്കാരൻ വന്ന് നമ്മളോട് പറയുക, നമ്മുടെ മക്കൾ വന്ന് നമ്മളോട് പറയുക. ആമേൻ. മക്കൾക്ക് വഴക്ക് കേൾക്കുന്ന ഇഷ്ടമല്ല, പക്ഷെ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മൾ വാൺ ചെയ്യും. വി വാണ്ട് അവർ ചിൽഡ്രൻ even when they don't like. But it's sad when after a couple of years they say that I wish you had warned me, I wish you had told me. അതൊരു ഭയങ്കര ദുഃഖമല്ല. It's a sad thing. അങ്ങനെ കേൾക്കാതിരിക്കാൻ a light, as a light we should warn. We should warn the people. I mean, it's sad when, especially when a young person comes to us and say that I wish you had warned us. I mean, I wish you had warned us before. നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഈ ഗതിയിൽ ആകത്തില്ലായിരുന്നു ഒരാൾ നമ്മളോട് പറയുകയാണെങ്കിലോ എന്ത് ദുഃഖകരമാണ്. അപ്പോൾ വാർണിംഗ് ഇൻ ലവ്, സ്നേഹത്തിൽ വാൺ ചെയ്യുക. ഒരു ടീച്ചർ ഇപ്രകാരം പറഞ്ഞു, തന്നെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഒരു ടീച്ചർ ഇപ്രകാരം പറഞ്ഞ് ഞാനിങ്ങനെ വായിച്ചു, when I want to correct a child, I always put my arms around the child and correct the child. നമ്മൾ സ്നേഹത്തിൽ നമുക്ക് വാൺ ചെയ്യാൻ പറ്റും. Remember, the light warns. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോട്ടെ, സമയം മുമ്പോട്ട് പോകുന്നല്ലോ. The light which can be seen, the light which can warn, the light which guides. Amen. These are the lights which the Christian might be. Amen. Amen. Praise the Lord. അടുത്ത വാക്യം നമുക്ക് നാളെ നോക്കാം. 16ാമത്തെ വാക്യം നാളെ നോക്കാം. സമയം തീരാറായതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഞാനിവിടെ വിരമിക്കട്ടെ. ഞാൻ ആ ഭാഗം, ആ രണ്ട് വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. Matthew chapter 5 verses 14 and 15. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേൽ അത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കും. ആമേൻ. മക്കളെ, നമ്മളാകുന്ന ലൈറ്റ് എല്ലാവരും കാണണം. ആമേൻ. നമ്മളാകുന്ന ലൈറ്റ് ചിലരെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരെ ഗൈഡ് ചെയ്യണം. എങ്ങോട്ട് ഗൈഡ് ചെയ്യണം? തുറമുഖത്തേക്ക് ഗൈഡ് ചെയ്യണം. ഏത് തുറമുഖം? നിത്യതയാകുന്ന തുറമുഖത്തേക്ക്. എങ്ങോട്ട് ഗൈഡ് ചെയ്യണം? യേശുവിലേക്ക് ഗൈഡ് ചെയ്യണം നമ്മുടെ ജീവിതം. ആമേൻ. നമ്മളാകുന്ന ലൈറ്റ് മുന്നറിയിപ്പ് കൊടുക്കണം. ആമേൻ. ഹല്ലേലൂയ. ലോകത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്നവരായ വെളിച്ചങ്ങളായി നമ്മൾ നിൽക്കണം. ആമേൻ. A light which can be seen, a light which warns, the light which guides. These are the lights which the Christian might be. ഞാൻ നിങ്ങളോട് പറയട്ടെ, എല്ലാവരും കാണുന്ന വെളിച്ചമാണ് നിങ്ങളായിരിക്കുന്ന ജോലി സ്ഥാനത്ത് നിങ്ങൾ ക്രിസ്തുവിന്റെ വെളിച്ചമാണ്. നിങ്ങളായിരിക്കുന്ന സ്കൂളിൽ, കോളേജിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ വെളിച്ചമാണ്. നിങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ വെളിച്ചമാണ്. ആമേൻ. Everyone can see you. രണ്ടാമത്തേത്, ഈ വെളിച്ചം, this light guides. You can guide people to goodness, to the truth. The goodness is to Jesus Christ, to God. പിന്നെ this light warns. You can be a warning light as well. Not to be a warning light always. You can also warn the people who are in danger. It's sad when people will say, one day, when we are in heaven, it's sad when people, your friends will say, I wish you had told me about the danger. I wish you had told me. അങ്ങനെ പറയാൻ ഇടയായിത്തീരരുത്. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മറക്കരുത്. ആമേൻ. നമ്മളെ കാണുന്ന, നമ്മളെ ലോകം കാണുന്നു. 2, നിങ്ങൾ വെളിച്ചങ്ങളാണ്. ഈ വെളിച്ചം ആമേൻ നയിക്കുന്നു. 3, ഈ വെളിച്ചം മുന്നറിയിപ്പ് നൽകുന്നു. ദൈവകർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ വെളിച്ചങ്ങളായി നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നിങ്ങളെ നിർത്തട്ടെ.
ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ് എന്റെ സങ്കേതവും ബലവും. ആമേൻ. നമുക്ക് ഒന്നിച്ചൊന്ന് പാടി നമുക്ക് കർത്താവിനെ നമുക്ക് സ്തുതിക്കാമല്ലോ. എല്ലാവരും വേഴ്സിനകത്ത് 814 പാട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പാടാൻ ചിലപ്പോൾ നോക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കാം. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പാടാം. ഏതൊരാപത്തിലും ഏത് നേരത്തിലും എനിക്കെന്തുമൻ ദൈവമത്രേ. ഹല്ലേലൂയ. ഏതൊരാപത്തിലും നമ്മളെ സഹായിക്കുവാൻ കഴിവുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ്. മനുഷ്യന്റെ സഹായം പരിമിതമാണ് നമുക്കിപ്പോൾ മനസ്സിലായി. പണത്തിന് സഹായിക്കാൻ കഴിവില്ലെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. നമ്മുടെ സ്വന്തക്കാർ, നമ്മുടെ ബന്ധുക്കാർ, ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ല, യേശുവിന് മാത്രം. അതുകൊണ്ട് ഏതാപത്തിലും ഏത് നേരത്തിലും നമുക്ക് ദൈവമായ കർത്താവിലേക്ക് നമുക്കൊന്ന് ആശ്രയിക്കാം. ഹല്ലേലൂയ. വളരെ മനോഹരമായ സ്റ്റാൻസാണ് ഈ പാട്ടിനുള്ളത്. പല നല്ല പാട്ടുകൾ ക്രൈസ്തവ ലോകം സമ്മാനിച്ച ചാൾസ് സ്റ്റോൺ എഴുതിയ പാട്ടാണ്. ഇരുൾ തിങ്ങിയിടും പാതകളിൽ, കരൾ വിങ്ങിയിടും വേളകളിൽ, അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ല ഇതുപോലെ. എത്ര മനോഹരമായ ഒരു പാട്ട്. നമുക്ക് ഒന്നിച്ചൊന്ന് പാടി നമുക്ക് കർത്താവിനെ നമുക്ക് സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. നിങ്ങളത് എടുത്തു. സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഏതൊരാപത്തിലും അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ അരുവിയിലും പോകുവാൻ, അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ അരുവിയിലും പോകുവാൻ, എന്റെ സങ്കേതവും ഏറ്റവും അടുത്ത ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. എല്ലാ ഭാരങ്ങളും എന്നും താങ്ങി എന്നെ നടക്കും. എല്ലാ ഭാരങ്ങളും എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, അത് പാലിക്കും എന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, അത് പാലിക്കും എന്നെ നിത്യം. എന്റെ സങ്കേതവും ഏറ്റവും അടുത്ത തുണയും, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഇത്ര നല്ലവനാം പ്രിയനേ, ഇത്രയും രുചിച്ചറിവാൻ
പ്രിയനെ ഇത്രയും രുചിച്ചറിയുവാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയും നിത്യത വരെയും നടത്തുവാൻ വിശ്വസിക്കണം. പ്രിയമുള്ളവരെ, ഈ നല്ല സ്നേഹിതൻ യേശു നിങ്ങളെ കൈവിടത്തില്ല. അവൻ നമ്മോട് കൂടെയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശു. നമുക്ക് ഒന്നുകൂടെ പാടാം. ഇത്ര നല്ലവനാം ഇത്രയും രുചിച്ചറിയുവാൻ, ഇത്ര നല്ലവനാം ഇത്രയും രുചിച്ചറിയുവാൻ, ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും കാണിയാം. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും കാണിയാം. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും കാണിയാം. എന്റെ ഏറ്റവും അടുത്ത തുണയും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ഏതൊരാപത്തിലും ഏതു നേരത്തിലും ഹല്ലേലൂയ. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. നാളെ കർത്താവിന്റെ വരും താമസിക്കുന്നെങ്കിൽ ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലാണ്. ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവ് വിടിവിക്കുന്നവനാണ്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് കൂടെയുണ്ട്. നമ്മൾ പാടിയതുപോലെ ഇത്ര നല്ലവനാ പ്രിയനെ. ആമേൻ. ഈ നല്ല സ്നേഹിതൻ, അവൻ നമ്മളെ ആപത്ത് കാലത്ത് കൈവിടുന്ന സ്നേഹിതനല്ല നമ്മുടെ യേശു. യേശു ഒരു പ്രശ്നം വരുമ്പോൾ മാറിക്കളയുന്നവനല്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവൻ കൂടെയിരിക്കുന്ന ദൈവമാണ്. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ നമ്മളോട് കൂടെയിരുന്നത് കർത്താവ് ഈ സമയത്ത് നമ്മളെ കൈവിടുമോ? ഒരിക്കലുമില്ല. ആമേൻ. ഹല്ലേലൂയ. ലോകാവസാനത്തോളം കൂടെയിരിക്കുന്ന ഈ നല്ല സ്നേഹിതനെ മുറുകെ പിടിക്കാം. ഗോഡ് ബ്ലെസ് യു. ദൈവം കർത്താവിനെ അനുഗ്രഹിക്കട്ടെ.